ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ഗോൾസ് ആണ്. ഓൾറെഡി നിങ്ങൾ നോട്ട് എഴുതിയതാണ്, അപ്പോൾ അതിൻ്റെ വോയിസ് നോട്ടാണിത്. സോ എന്താണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നൊക്കെ അറിയാം. നമ്മുടെ വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു പോലത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസൊക്കെ എന്താണ് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതെങ്ങനെ ബിൽഡ് ചെയ്യണം, അതുപോലെ തന്നെ ഒക്കെ ഒരു കോംപ്ലക്സ് കാര്യങ്ങളാണ് അല്ലേ. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് നമ്മുടെ യൂസറിനനുസരിച്ച് അല്ലെങ്കിൽ സിസ്റ്റത്തിനനുസരിച്ച് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ത്രൂ ഔട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞു ഡിസൈൻ ചെയ്യുന്നതിന് ഒരുപാട് പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ നമുക്ക് നമ്മുടെ യൂസറിന് കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു OS ഒന്നും ആയിരുന്നില്ല. ഇന്ന് കാണുന്ന നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം, അതിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തിട്ടായിരിക്കും ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു OS ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലതൊക്കെ നമുക്ക് സോൾവ് ചെയ്തിട്ട് ചില പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ചിലതൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിസൈൻ റിക്വയർമെൻറ്റ്സ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന് രണ്ടായിട്ട് നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് രണ്ട് റിക്വയർമെൻറ്റ്സ് ആണ് വരുന്നത്. അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? യൂസർ ഡിസൈൻ റിക്വയർമെൻറ്റ്സ് ആൻഡ് സിസ്റ്റം ഡിസൈൻ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അതായത് യൂസറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ നീഡ്സ്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ആക്കുന്നത് എന്നുള്ളതൊക്കെയാണ് യൂസർ ഡിസൈൻ റിക്വയർമെൻറ്റ്സ്. പിന്നെ സിസ്റ്റം ഡിസൈൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്, കമ്പ്യൂട്ടറിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ രണ്ട് രീതിയിലാണ് OS ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ OS ഡിസൈനിങ്ങിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ യൂസർ ഡിസൈൻ റിക്വയർമെൻറ്റ്സ്. അതായത് നമുക്ക് യൂസറിന് എന്തായിരിക്കണം, കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ ഈസി ആയിരിക്കണം. നമ്മൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ഈസിയസ്റ്റ് വേയിലുള്ള ഒരു ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു OS ആയിരിക്കണം. അതുപോലെ തന്നെ റിലയബിൾ ആയിരിക്കണം, സേഫ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിരിക്കണം. നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റിയാലല്ലേ നമുക്ക് അതുകൊണ്ടൊരു ഉപകാരമുള്ളൂ. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് യൂസറിൻ്റെ ഡിസൈൻ റിക്വയർമെൻറ്റ്സ് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് സിസ്റ്റം ഡിസൈൻ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ സിസ്റ്റത്തിന് എന്തൊക്കെയാണ് ഒരു OS ഡിസൈൻ ചെയ്യുമ്പോൾ വേണ്ടതെന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഷുഡ് ബി ഈസി ടു ഡിസൈൻ. അതായത് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റണം. ഇംപ്ലിമെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ, അതായത് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ചിലപ്പോൾ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റിയൊരു OS ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുന്നത് ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഓപ്പറേറ്റ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു OS ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എത്രയാണ് സിസ്റ്റം ഡിസൈൻ ഗോൾസ് വരുന്നത്. ഓക്കെ, ഇനി ആ ഗോൾസ് നമ്മൾ ഒന്നുകൂടെ ദർ ആർ മെനി ഡിസൈൻ ഗോൾസ് ദാറ്റ് മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാവ് ടു ഫുൾഫിൽ ടു ബി കൺസിഡേർഡ് സക്സസ്ഫുൾ. സം ഓഫ് ദീസ് ആർ ഏതൊക്കെയാണ് ആ ഒരു ഡയഗ്രത്തിൽ കൊടുത്തതൊക്കെ കാണാൻ പറ്റും. കൺകറൻറ്റ് സിസ്റ്റം ആയിരിക്കണം, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഉണ്ടായിരിക്കണം, റിസോഴ്സ് ഷെയറിംഗ്, ഫ്യൂച്ചർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ചേഞ്ചസ്, പോർട്ടബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി, നോ സ്പെസിഫിക് യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ഗോൾസ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി അത് ഓരോന്നും എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് കൺകറൻറ്റ് സിസ്റ്റംസ്? കൺകറൻറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൾട്ടിപ്പിൾ യൂസേഴ്സിനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസസിനൊക്കെ അറ്റ് എ ടൈമിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കണം. ഓക്കെ, this is necessary for the modern multi-core architectures. Because of these specifications, the operating system design can be quite complex and
ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ്. അതായത് അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനും ഡിഫിക്കൽട്ടാണ്. കൺകറൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിവൈസസിനൊക്കെ സെയിം ടൈമിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, ദെൻ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. എന്താണ്, നമ്മുടെ OS എപ്പോഴും എന്താണ് വളരെ സെക്യൂർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണം. ഇല്ലെങ്കിൽ എന്താണ്, ഒരുപാട് മാലീഷ്യസ് യൂസേഴ്സ്, അതായത് ത്രെട്ടൺ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ യൂസർ പ്രോഗ്രാംസൊക്കെ ഹാക്ക് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സംഭവിക്കും. സോ നമ്മുടെ OS എപ്പോഴും സെക്യൂർഡ് ആൻഡ് പ്രൈവസി ഉണ്ടായിരിക്കണം. ദെൻ റിസോഴ്സ് ഷെയറിങ്. എന്താണ് റിസോഴ്സസ് ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയർ റിസോഴ്സസ് ഉണ്ട്, സോഫ്റ്റ്വെയർ റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ റിസോഴ്സസൊക്കെ എന്താണ് നമ്മുടെ യൂസറിന്, അല്ലെങ്കിൽ ഒരുപാട് യൂസർ നമ്മളെ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എന്താ ഒരു കറക്റ്റ് മാനറിൽ തന്നെയാണോ ഈ റിസോഴ്സസൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു OS ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഈ ഒരു നമ്മുടെ ഈ ഒരു റിസോഴ്സ് ഷെയറിങ് നടത്തുന്ന സമയത്ത് എന്താണ്, മൾട്ടിപ്പിൾ യൂസേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ഷെയർ ദ സെയിം ഡിവൈസ് ആസ് വെൽ. അതായത് കോംപ്ലക്സ് ആണ് നമ്മുടെ അറ്റ് എ ടൈമിൽ ഒരുപാട് യൂസേഴ്സിന് ഈ ഒരു OSൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റം റിസോഴ്സസ് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമുക്ക് കുറച്ച് എന്താണ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസേ ഉള്ളൂ. അത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ എന്നുള്ള പ്രയോറിറ്റി വൈസിലൊക്കെയാണ് കൊടുക്കുന്നത്. എന്നിരുന്നാൽ പോലും എന്താണ് ഇറ്റ്സ് ക്വയറ്റ് കോംപ്ലക്സ്. അടുത്തത് വരുന്നത് ഫ്യൂച്ചർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ചേഞ്ചസ്. അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് എന്തായിരിക്കണം, അതിനനുസരിച്ച് അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു OS ആയിരിക്കണം. അതായത് പഴയ ചേഞ്ചസ് ദാറ്റ് നോട്ട് ബിക്കം ഒബ്സൊലീറ്റ് എന്ന് പറഞ്ഞാൽ മുന്നേ ഉള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർസിനൊക്കെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു OS ആയിരിക്കണം ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതായത് നമ്മളിപ്പോൾ ഈ ദിസ് ഈസ് നെസസറി ആസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബീങ് ചേഞ്ച്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഈസ് ക്വയറ്റ് ആസ് കോസ്റ്റ്ലി പ്രോസസ്സ്. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഒരു കോസ്റ്റ്ലി പ്രോസസ്സാണ്. ഓക്കെ, ദെൻ പോർട്ടബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴും എന്തായിരിക്കണം, പോർട്ടബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് വർക്ക് വിത്ത് ഡിഫറെൻറ്റ് ഹാർഡ്വെയർ ആൻഡ് മെഷീൻസ്. മറ്റുള്ള ഹാർഡ്വെയർ കാര്യങ്ങൾ അല്ലെങ്കിൽ മെഷീൻസിലൊക്കെ നമ്മുടെ OS വർക്ക് ചെയ്യാൻ പറ്റിയതായിരിക്കണം. അതാണ് പോർട്ടബിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഏതൊരു സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു OS ആയിരിക്കണം. ഓക്കെ, ദെൻ വരുന്നത് ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി. എന്താണ് ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് മോഡലിലേക്ക് അതെന്ത് ചെയ്യണം, ഒരു മുന്നേ ഉള്ള മോഡൽസിലേക്ക് ഒരു എന്താ പറയുക, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു OS ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കറിയാം OS ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ വിൻഡോസ് 7 വിൻഡോസ് 10 ആവാന്നൊക്കെ പറയില്ലേ, അതാണ് ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നോ സ്പെസിഫിക് ടൈപ്പ് ഓഫ് യൂസേഴ്സ്. അതായത് നമുക്ക് എല്ലാ യൂസേഴ്സിനും എല്ലാ കൈൻഡ് ഓഫ് യൂസേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു OS ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഡെവലപ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ദാറ്റ് ടാർഗറ്റ് എ സിംഗിൾ യൂസർ ബേസ് കണ്ടെയ്ൻ ജനറാലിറ്റി. അതായത് ഏതൊരു ലെവലിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു OS ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളൊരു OS ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.